ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇന്നലെ മിഞ്ഞാന്ന് മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ നല്ല മഞ്ഞാണ്. ഇന്ന് നോക്കുമ്പോൾ സുബഹിക്ക് എണീച്ച് നോക്കുമ്പോൾ നല്ല മഞ്ഞ് കാണുന്നുണ്ടേനു. പക്ഷേ തണുപ്പ് കുറവായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നവംബർ ഡിസംബറിൽ നല്ല തണുപ്പായിരിക്കുമല്ലോ മഞ്ഞും. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഉണ്ടായി. എന്തായാലും കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ അങ്ങനെ പുറത്തെല്ലാം ഇങ്ങനെ നിന്ന് മഞ്ഞിന് ഇറ്റടിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പോൾ ഈ മഞ്ഞത് കൊണ്ടെങ്കിൽ ചെറിയൊരു പല്ല് വേദനയോ അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക്. അപ്പോൾ പോണോ പോണ്ടേ എന്നുള്ളത് കുറച്ച് നേരം നോക്കി നിന്ന്. അങ്ങനെ ഞാൻ വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായി. അങ്ങനെ ഫാദിൽക്ക് ചായ കൊടുത്ത്. അപ്പോൾ ഫാദിൽക്ക് രാവിലെ മദ്രസയാണ്. അപ്പോൾ മദ്രസ പോകാൻ ഓനിക്ക് ചായ കൊടുത്തതിൻ്റെ ശേഷം ഞാനും ചായ കുടിക്കാനിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ 2 ചെറിയ പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ അതുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് കളിക്കുന്നത് നോക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോൾ ഇട്ട് കൊടുത്ത് പൂച്ചക്കുട്ടീൻ്റെ കളി കാണാൻ നല്ല രസമാണല്ലോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞാൻ എന്താക്കി, മിറ്റടിക്കുക എന്തായാലും എന്ന് വിചാരിച്ച്. ഷാലു നല്ല ഉറക്കമാണ്. ഷാലു നല്ല ഉറങ്ങുന്നതുകൊണ്ട് വേഗം മിറ്റടിക്കൽ കഴിച്ച്. പിന്നെ മഴ ഇല്ലാത്തതുകൊണ്ട് മിറ്റടിക്കാനും ഒരു സന്തോഷം. ഇല്ലെങ്കിൽ മിറ്റത്തിൻ്റെ അവസ്ഥ പറയണ്ട. അങ്ങനെ ഞാൻ എന്താക്കി, മിറ്റടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നല്ല മഞ്ഞ് അപ്പോഴും ഒരുവിധം മഞ്ഞ് പോയിട്ടില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മഴ ആയതുകൊണ്ടേ ഉച്ച സമയത്തും 4 മണി സമയത്തും അങ്ങനെയൊക്കെയാണ് ഞാൻ മിറ്റടിക്കുക. എന്താണെന്ന് വെച്ചെങ്കിൽ വെള്ളം ഉണ്ടാകുമ്പോൾ മിറ്റത്ത് ചളിയും ചേറാകുമ്പം അടിക്കാനാവില്ല. അങ്ങനെ മിറ്റടിക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നെയ്പ്പത്തിലാക്കാൻ വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്പ്പത്തിലും മുട്ടക്കറിയാണ് കേട്ടോ. അങ്ങനെ മുട്ട വേവാൻ വെച്ചിട്ട് പിന്നെ അരിയെല്ലാം കഴുകി വെച്ചിട്ട് ഊറ്റാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ പൊടിച്ചിട്ട് എന്താ പറയുക, പൊടിച്ചിട്ട് കുറച്ച് ചോറ് കൂട്ടി അരച്ച് അങ്ങനെയൊക്കെയാണ് നെയ്പ്പത്തിൽ ചൂടുക. അപ്പോൾ ഓരോരുത്തരും ഓരോ വിധമായിരിക്കും അല്ലേ. ഞാനങ്ങനെ അരി ആറാൻ വെച്ചതാണ്. അതിൽ പിന്നെ ഇതാ നൈസിൽ പൊടിച്ച്, നൈസ് എന്നല്ല എന്നാലും ഒരുവിധം പൊടിച്ചെടുത്ത് അതിൽ പിന്നെ ചോറും തേങ്ങയും പെരിഞ്ചീരകം ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരച്ച് അതിൽ പാർന്ന് കൊടുത്ത് അതവിടെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ റവയും കുറച്ച് കൂട്ടും, ഇല്ല മൈദ കൂട്ടും. അപ്പോൾ ഓരോരുത്തരും ഓരോ വിധമാണല്ലോ. അങ്ങനെ ഞാൻ എന്താക്കി, കറിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ മുട്ട ഉപയോഗിക്കാൻ വെച്ച് നോക്കുമ്പോൾ മുട്ട എന്തോ ഞാൻ വെന്ത് നല്ലോണം തിളച്ച് ഇതായിനപ്പോൾ ഞാൻ അങ്ങനെ കീച്ച് വെച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും തക്കാളി അരിഞ്ഞിട്ട് അരിയാൻ നിൽക്കുകയാണ് കേട്ടോ. എന്ത് നാഷ്ടാക്കിയാലും ഫാദിൽക്ക് അപ്പൂന് പിടിക്കില്ല. അപ്പം പിന്നെ ഫാദിലിനെ ഇന്ന് നല്ല എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെക്കണം. കാരണം എന്ന് വെച്ചെങ്കിൽ ദസറ ലീവ് കഴിഞ്ഞ് പിന്നെ അപ്പൂന് സ്കൂളില്ല. ദസറ ലീവ് 8 വരെ ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് 10 ദിവസം കൂടി നീട്ടിക്കിട്ടി. അതായത് 18-ാം തീയതി വരെ ലീവ് നീട്ടി. അതുകൊണ്ട് ഫാദിൽക്ക് സ്കൂളുണ്ട് കേട്ടോ. അവളും പ്രൈവറ്റ് ആയതുകൊണ്ട് അവർക്ക് സ്കൂളുണ്ട്, ഇവർക്ക് ലീവാണ്. അങ്ങനെ ഞാൻ വോയിസ് ഇടുമ്പോൾ അതാ ഷാലിനെ ഒരാൾ വിളിച്ചുകൊണ്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിന്. അങ്ങനെ ഓന് പുറത്ത് പോയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പിലൊന്ന് കീഞ്ഞതാണ്, അപ്പോഴത്തേക്ക് ആരോ ഓനോട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഗൈസ് പിന്നെ അപ്പൂന് സ്കൂളുണ്ട്. അപ്പൂന് സ്കൂളിൽ ലീവ്. അങ്ങനെ ഫാദിൽക്ക് സ്കൂളുള്ളതുകൊണ്ട് എങ്ങനെ ഓനിക്ക് ഇഷ്ടമല്ല, ദോശ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കൊണ്ട് ഓനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ ആക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഒരിക്കൽ ഞാൻ വിചാരിച്ച് ചിക്കൻ കറി ആക്കിയാലോ എന്ന്. പിന്നെ ഓനിക്ക് കൊണ്ടുപോകാൻ പറ്റൂല, അത് അലോടെ അല്ല സ്കൂളിൽ. മുട്ടയും പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ ഒരു കഷ്ണം ഇട്ട് കൊടുത്ത്. എന്തായാലും മേക്കില്ല, കൊണ്ടുപോയിട്ട് മെല്ലെ കാണാണ്ട് ഇങ്ങനെ തിന്നോ അങ്ങനെ തിന്നോ PT മാഷ് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചൊറാക്കലുണ്ട് സാധാരണ. എന്നാലും ഓന് കൊണ്ടുപോകുന്നാണെങ്കിൽ കൊണ്ടുപോട്ടെ, ഇങ്ങനെയൊക്കെ ആക്കാന്നുള്ള മനസ്സിൽ വിചാരിച്ച് ഞാൻ എന്താക്കി, മുട്ടക്കറിയും നെയ്പ്പത്തിലും ആക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ മുട്ട വെന്ത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയെല്ലാം വാട്ടാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. മണ്ണിൻ്റെ ചട്ടി എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് ഈ മണ്ണും ചട്ടിയിലും ഈ അടുപ്പിലല്ല ആക്കുന്നത്. പക്ഷേ ഈ അടുപ്പ് കത്തിച്ച് പിടിപ്പിക്കാൻ കുറച്ച് നേരം പറക്കുമല്ലോ വിചാരിച്ച് ഞാൻ പിന്നെ ഗ്യാസിൽ തന്നെ ആക്കലിപ്പോൾ. പിന്നെ ഷാല് മണ്ണും ചട്ടിയിലും ചിരട്ടേൻ്റെ കയ്യിലും അങ്ങനെയൊക്കെയാണ് ഇതാല് എൻ്റെ കയ്യിൽ പോയി പൊട്ടി തീർന്നു പോയി. പിന്നെ അങ്ങനെ ഞാൻ ഉള്ളി നല്ലോണം വാട്ടി, സാധാരണ ഉള്ളി വാട്ടി തക്കാളി ഇട്ട് വാട്ടി അതിലേക്ക് മസാല ഇട്ട് വെച്ചിട്ട് വെറും
മുട്ട റോസ്റ്റ് ആക്കൂല, കുറച്ച് വെള്ളം പറഞ്ഞിട്ടാണ് കറി കുറച്ച് വെള്ളം പറഞ്ഞിട്ട് കറി പോലെ ആക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓര് ഈ ഉള്ളിയും തക്കാളിയും ഒന്നും ഒരു കൂട്ടി തിന്നും അങ്ങനെ തിന്നൂല. അതുകൊണ്ട് പിന്നെ കുറച്ച് കറി ഉണ്ടെങ്കിൽ അതിലിങ്ങനെ മുക്കി തിന്നുള്ളൂ. ജാസ്തി കറി വേണമെന്നുള്ള ഇതൊന്നുമില്ല. അങ്ങനെ അതവിടെ വാട്ടാൻ വെച്ചതിൻ്റെ ശേഷം കുറച്ച് വെള്ളം പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണ്ണച്ചട്ടി അടുപ്പിൽ വെച്ച് അങ്ങനെ എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് പണിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാലിൻ്റെ മൂളക്കെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തോട്ടോ. അങ്ങനെ അവിടെ കറി സെറ്റായി. ഈ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ ചുമര് കാണുന്നുണ്ടാവും അല്ലേ, എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ എൻ്റെ പെയിൻ്റ് എല്ലാം നാശമായി പോയിന്. ഇൻഷാ അല്ലാഹ് ഇനി പെയിൻ്റ് അടിക്കണം തോന്നുന്നു. അങ്ങനെ ഉണ്ട്, വൃത്തികേടായി കാണുമ്പോൾ എന്തോ പോലെ ഫുള്ള് വെടുക്കായി പോയിന് കേട്ടോ. പിന്നെ മണ്ണിൻ്റെ ചുമരും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലേ. പിന്നെ ഞാൻ ഉപ്പ് കുറേ വട്ടം ഇടുന്നതെന്ന് വിചാരിക്കണ്ട, ഞാൻ ഉപ്പ് ഉള്ളി വാട്ടുമ്പോൾ ഒന്നും ഉപ്പ് ഇട്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്ത് ലാസ്റ്റിക്ക് ഇവിടെ തിളക്കാൻ വെച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നെയ്പ്പത്തിൽ വറുത്താൻ തുടങ്ങി കേട്ടോ. നല്ല പൊന്തി വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, നല്ല റെഡി ആകുന്നുണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ ഇന്ന് ചോറെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ പാതിൽ കൊണ്ടുപോകില്ല ഭക്ഷണം. ചോറ് വേണ്ടാന്ന് തന്നെ പറയും, നാഷ്ട എന്താ അതന്നെ വേണമെന്ന് പറയും. എന്നാലും വൈകുന്നേരം വന്നാലും നാഷ്ട ആക്കില്ല, ചോറ് വയ്ക്കൂല. അതിന് ഞാൻ എന്താക്കി ആക്കൽ, രാത്രിക്ക് കറക്റ്റ് ചോറ് ഇലാക്കും. ഉച്ചക്ക് നാഷ്ട കൊടുത്ത് വൈകുന്നേരം അതേപോലെ എന്തെങ്കിലും ഈ അരിന് കൊണ്ട് തന്നെ എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കും കേട്ടോ. ബിസ്ക്കറ്റ് അങ്ങനെ കൊടുക്കില്ല. എന്നാലും എൻ്റെ ഒരു സ്വഭാവമുണ്ട്, മഹരിബിന് ചായ കുടിക്കൽ. അയ്യൊരു ഇത് വെച്ചിട്ട് പോലും ചായക്ക് വേണ്ടിയിട്ട് ഇടങ്ങാറാക്കും. അങ്ങനെ നമ്മൾ നെയ്പ്പത്തിൽ അവിടെ റെഡി ആയിട്ടോ. അപ്പോൾ ഫാദിൽ വന്നിന്, അപ്പോൾ ഓന് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ചേഞ്ച് ആക്കുമ്പോൾ റെഡിയായി വരുമ്പോഴത്തേക്ക് ഞാൻ എന്താക്കി, ഓനിക്കുള്ള ബോക്സും കൂടി റെഡിയാക്കാൻ നിന്ന് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തിൽ ഇതാ നിങ്ങൾ കാണുന്നില്ലേ, നല്ല പൊന്തി വന്നിന്. ഞാനിതിൽ കൂട്ടിയതൊന്നും കൂടി പറയാം, ചോറും ഒരു തേങ്ങ, കുറച്ച് ജാസ്തി തേങ്ങ കൂട്ടിയിട്ടില്ല, ചോറും പിന്നെ പെരുംജീരകം, റവ. സാധാരണ ചിലപ്പോൾ ഞാൻ മൈദ കൂട്ടിയിട്ടുണ്ട്, ഞാൻ റവയാണ് കൂട്ടിയത്. അതേപോലെ ഉറപ്പൊന്നുമില്ല കേട്ടോ, ചോറ് കൂട്ടിയാണ് നല്ല സ്മൂത്തായിട്ടുണ്ടായി. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുണ്ടാവും, ഭയങ്കര ഒരു ഉറപ്പായിട്ടുണ്ടാവും പത്തിൽ, പക്ഷേ നല്ല ഇതുണ്ട്. അങ്ങനെ കറിയെല്ലാം തിളച്ചതിന് ശേഷം ഞാനിതാ 3 മുട്ട എടുത്ത് വെച്ചിന്. അപ്പോൾ അതിനെ പീസാക്കി ഇടാമെന്ന് വിചാരിച്ചു. നടുപൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, 2 പീസാക്കി ഇട്ടിട്ട് മുട്ട ഒന്നൊന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തോട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഷാലിന് ഒരു കഷ്ണം എടുത്തേക്കണം എന്ന് വിചാരിച്ച് മറന്നും പോയി എൻ്റെ അടുത്ത്. അങ്ങനെ മുട്ടക്കറി റെഡിയായി. ഇനി ബോക്സിലേക്ക് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ ചെറിയ ബോക്സാണ് കേട്ടോ. ഒരു 4 നെയ്പ്പത്തിലിട്ട് ഞാൻ അവിടെ സ്കൂളിലാവുമ്പോൾ ഇവിടുന്ന് വെറും 1 or 2 തിന്നുള്ളൂ. അപ്പോൾ സ്കൂളിലാവുമ്പോൾ 10 മണിക്ക് ഞാനിന്ന് സ്നാക്സ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നെയ്പ്പത്തിൽ എന്താക്കി, 4 നെയ്പ്പത്തിൽ കുറച്ച് അമർത്തി വെച്ച് ടീച്ചറെ പേടിച്ചിട്ട് തിന്നു. പിന്നെ വൈകുന്നേരം വന്നാലും എൻ്റെ അവസ്ഥ അവിടെ അങ്ങനെ ഇരിക്കും, തിന്നും കുടിക്കും ചെയ്യൂല. അങ്ങനെ അതേപോലെ വെള്ളം സാധാരണ പകുതി ആക്കലുള്ളൂ, കുപ്പിക്ക് നിറച്ചു ആക്കി കൊടുത്തിന്. നെയ്പ്പത്തിലെല്ലാം തിന്നാൽ ഭയങ്കര ദാഹമായിരിക്കുമല്ലോ, എനിക്കങ്ങനെയാണ് കേട്ടോ. ഒരു മങ്ക് ഒരു എന്തോ പോലെ ഇരിക്കുക, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കറി പറഞ്ഞ് മുട്ട വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു ഞാൻ, എന്നാലും ഒരു കഷ്ണം മുട്ട ഇട്ട് അങ്ങനെ ഐഡിയം പറഞ്ഞു കൊടുത്തിന്, അടിയിലാക്കി തിന്നോ, അങ്ങനെ തിന്നോന്ന്. ഈ കൊണ്ടുപോകുമ്പോൾ തിന്നുന്നതാ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഓൻ്റെ ലഞ്ച് ബാഗ് റെഡിയായി. ഓനക്ക് ഈ ഭക്ഷണം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്താ ആക്കുമെന്ന് തലേ ദിവസം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. നാളെ ഇപ്പോൾ എന്താ ചെയ്യുക, എന്താ കറിയാക്കുക, എന്താക്കുക. തലേ ദിവസത്തെ കൊടുക്കാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒരു കർച്ചിപ്പ് അതിൽ വെച്ച് കൊടുത്ത്, അത് പിന്നെ ഭക്ഷണം കഴിച്ച് അതിൽ തന്നെ കൈ തുടക്കും. പിന്നെ സെപ്പറേറ്റ് ഒരു കർച്ചിപ്പ് ടവല് ഓൻ്റെ കീശയിൽ യൂണിഫോമിന് വെച്ച് കൊടുക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കി, മെഷീൻ്റെ അകത്ത് തുണി ഇട്ടിട്ടുണ്ടായി. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഓൻ്റെ യൂണിഫോമെല്ലാം സെറ്റാക്കി വെച്ച് തേച്ച് വെച്ച്. ഷർട്ട് കോട്ട് ഇടുന്നതുകൊണ്ട് ഷർട്ട് ചിലപ്പോൾ ഞാൻ കൈ മാത്രം തേച്ച് കൊടുക്കും, തിരക്കിട്ട പണിയാണെങ്കിൽ. ഇത് പിന്നെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. പിന്നെ ഞങ്ങളെ ഷാലിത തലങ്ങാണീൻ്റെ മീത്ത കാല് വെച്ചിട്ട് ഉരുണ്ട് തല തിരിഞ്ഞ് മറിഞ്ഞിട്ടൊക്കെ കിടക്കുന്നത്. അങ്ങനെ പാതിന് നാഷ്ടാക്കിയിട്ട് വന്നേമ്പാടും നാഷ്ടാക്കാൻ ഇരുന്ന ഉടനെ ഉണ്ട് ഓൻ വന്നിട്ട്, ഇന്നെന്തോ മൂട് വെക്കാനുള്ള മൂടൊന്നുമില്ല. എന്നെ വന്നതും കൂട്ടിക്കൊണ്ടുവന്നത് കസേര വേണോ നാഷ്ട അപ്പം വേണോ എന്നും പറഞ്ഞിട്ട് ഇരുന്നതാണ്. പിന്നെ ഞാൻ എന്നെ കൈയൊന്ന് തുടച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് അങ്ങനെ തുടച്ചു കൊടുത്ത്. പല്ല് തേക്കാനൊന്നും ഇന്നത്തെ മൂടില്ല.
നിന്നത് ഇന്നത്തെ പല്ലേക്കൽ 10 മണിക്കായിരിക്കും. അങ്ങനെ അതിൻ്റെ മീത്ത കയറി ഇനി പോനിക്കുള്ള നാഷ്ടത്തിന് കൊടുക്കാൻ നിൽക്കണം കേട്ടോ. മുറിച്ചിട്ട് കൊടുത്താൽ അതും കൊണ്ടിരിക്കും. അത് തിന്നൊന്നുമില്ല, എന്നാലും അതിനെക്കൊണ്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഗൈസ് ഷാലു ഇതാ നാഷ്ടാക്കാൻ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഫുള്ള് വയറ് നിറച്ച് തിന്നൊന്ന് വിചാരിക്കും. അങ്ങനെ ഇതാ ഓൻ അവിടെ ഇരുന്നിന് കേട്ടോ. അങ്ങനെ ഫാദിൻ്റെ നാഷ്ടാക്കൽ കഴിഞ്ഞ് അപ്പൂനെ ഈ ഭാഗം തന്നെ കണ്ടിട്ടില്ല. രാവിലെ എണിച്ചിട്ട് ഇപ്പോൾ സൈക്കിൾ കൊടുത്തിട്ട് ചിറ്റാൻ പോയതാണ്. ചിറ്റാൻ പോയത് എന്നല്ല, അടുത്ത് ആ പെങ്ങളെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. കുറച്ച് നേരം വന്നിട്ട് ഇങ്ങനെ നോക്കി നീ വീഡിയോ ആക്കാണോ എന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷാലിനിതാ എല്ലാം മുറിച്ചിട്ട് കൊടുത്ത് ഓൻ തിന്നാൻ വെച്ച് കൊടുക്കുന്നത്. ഈ വെക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ പൂച്ചക്കായിരിക്കും ജാസ്തി കൊടുക്കൽ. ഓൻ തിന്നൂല, ഓൻ്റെ പള്ളിലേക്ക് എത്തൂല. അങ്ങനെ അതും പിടിച്ചിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ ഇരുന്നിന്. പക്ഷേ ഞാനിങ്ങനെ ഇരുത്തുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യൻ്റെ ഡ്രസ്സ് മാറ്റിച്ച് ഓനെ റെഡിയാക്കുന്നവരെ അവിടെ ഇരുന്നാൽ അവിടെ ഇരുന്നോളൂ. ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത്, ഇല്ലെങ്കിൽ പുറത്ത് കഴിഞ്ഞ് പോകും. ഇപ്പോൾ വാതിൽ തുറന്ന് അപ്പം കഴിഞ്ഞ് പോകും. പിന്നെ വാതിൽ അടക്കാനുമല്ല, കാരണം എന്ന് വെച്ചാൽ ഓട്ടോ വന്നാലൊന്നും അറിയില്ല വിചാരിച്ചിട്ട് വാതിൽ തുറന്നിട്ട് തന്നെ ഇടണം. അങ്ങനെ വാതിൽക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ വലുതായില്ല. ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതെന്ന് വെച്ചെങ്കിൽ ബട്ടൺസ് ഇട്ട് കൊടുക്കണോ, ഇല്ലെങ്കിൽ ഒന്ന് ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഉൾട്ട തിരിച്ചും മറിച്ചിട്ടൊക്കെ ബട്ടൺസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതിന് ഞാൻ എന്താക്കും, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. അതേപോലെ തന്നെ സോക്സ്, കാലിൻ്റെ മടമ്പ് വരുന്ന ഭാഗം മേലെ ഇട്ടിട്ട് കാല് കുടുങ്ങുന്നത് അത് ഇത് അറിയും. പിന്നെ മൂപ്പർക്ക് ചെറിയൊരു മടിയും ഉണ്ട്. എന്താണെന്ന് വെച്ചെങ്കിൽ അപ്പൂന് സ്കൂളില്ലല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ ആക്കുന്നത് കണ്ടിട്ട് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇടങ്ങാറൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങളെ ഷാലിൻ്റെ ഭക്ഷണം ഇതാ കൊടുത്തത് എങ്ങനെയുണ്ട് അതുപോലെ. ഇന്ന് പൂച്ചനെ കാണാത്തതുകൊണ്ട് ഒന്നും പ്ലേറ്റിൽ നിന്ന് കാലിയായിട്ടില്ല. തന്ന പോലെ തന്നെ അവിടെ വെച്ചിന്. അങ്ങനെ ഞാനിതാ നാഷ്ടാക്കാനിരിക്കുകയാണ്. അപ്പം എൻ്റെ പ്ലേറ്റ് ഞാൻ കാണിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ തിന്ന കറി ഞാൻ പറഞ്ഞല്ലോ, കറിയുമാണെങ്കിൽ എന്താണെങ്കിലും പകുതിയെ കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതേ പ്ലേറ്റിൽ തന്നെ നാഷ്ടത്തിനുള്ള 2 നെയ്പ്പത്തിലും ഇട്ടിട്ട് ഞാനും ഇരുന്ന്. അപ്പോഴത്തേക്ക് ഞാനും ടേബിളിൽ ഇരുന്ന് കണ്ടപ്പോൾ ഷാൽക്കും അയിമ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.